Hi students, in this section we are going to discuss about implicit differentiation using chain rule. Implicit differentiation using chain rule. കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ. സപ്പോസ് നമ്മൾ രണ്ട് കണ്ടീഷൻസ് എടുക്കുകയാണ്. ദ ഫംഗ്ഷൻ, we consider function f of xy which is differentiable. The function f of xy is differentiable. F of xy is differentiable. And one more condition. Second one, the equation, consider the function f of xy, then the equation f of xy equal to 0, the equation f of xy equal to 0 defines y implicitly as a differentiable function, implicitly as a differentiable function of x, say y equal to h of x. സിംപ്ലി ഇത്രേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്, അതായത് എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഉണ്ട്. ദെൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് വി ക്യാൻ റൈറ്റ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ, ദെൻ സിൻസ് നമ്മൾ ഈ എഫ് ഓഫ് എക്സ് വൈയെ ഡബ്ല്യു എന്ന് വിളിക്കുകയാണ്, സിൻസ് എഫ് ഓഫ് എക്സ് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആണെന്ന് സെക്കൻഡ് കണ്ടീഷൻ തന്നിട്ടുണ്ട് അല്ലേ. ദെൻ ദ ഡെറിവേറ്റീവ്, ദെൻ വാട്ട് അബൌട്ട് ദ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദെൻ the derivative dw by dx. Here we consider usual derivative, since f is a function of x and y is a function of x and appa net effect f is a function of x alone on, so we can consider the derivative of f with respect to x, that is dw by dx, that must be 0 അല്ലേ. കാരണം w ഈക്വൽ ടു 0 ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് വരും, ദറ്റ് ഈസ് 0 വരും അല്ലേ. ദെൻ 0 ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ്, ദാറ്റ്സ് ഈക്വൽ ടു, ഇനി നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മുടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാൻ പോകണം. എഫ് ഓഫ് എക്സ് വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, ദെൻ വട്ട് ഈസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് വരും, എഫിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം അല്ലേ, ദറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് അല്ലേ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്ലസ് dou f by dou y, y is a function of, f is a function of y, x and y അല്ലേ, അപ്പം dou f by dou y ഇൻറ്റു എന്ത് വരും, dy by dx, that's equal to dou f by dou x നെ നമുക്ക് എങ്ങനെ എഴുതാം, this is equal to fx into dx by dx is 1 plus dou f by dou y can be written as fy into dy by dx. From here we can write left side is 0, right? ദെൻ ഇങ്ങനെയാണെങ്കിൽ എഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും, എഫ് എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ എഫ് എക്സിൻ്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ മൈനസ് എഫ് എക്സ് ആവില്ലേ, എഫ് എക്സ് മൈനസ് എഫ് എക്സ് ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ദെയർഫോർ ഡി വൈ ബൈ ഡി എക്സ് ഷുഡ് ബി ഈക്വൽ ടു, വാട്ട് ഈസ് ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് ബൈ എഫ് വൈ. ദിസ് വെയർ വി ഹാവ് എ കണ്ടീഷൻ എഫ് ഓഫ് y not fy, derivative of f with respect to y should not be equal to 0. Okay, അപ്പം the function f of xy is differentiable. We have a function f of xy, the equation, then we consider the equation f of xy equal to 0. From here we can write y equal to h of x. Then we consider w equal to f of xy. w equal to f of xy ആയതുകൊണ്ട് നമ്മൾ സെക്കൻഡ് കണ്ടീഷനിൽ എഴുതുകയാണ് w equal to f of xy equal to 0. Then we can consider the derivative of w with respect to x. Then w is a function of x and y ഒക്കെയാണ്, പക്ഷേ y എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ആക്ച്വലി എ ഫംഗ്ഷൻ ഓഫ് x ആയതുകൊണ്ട് we can consider dw by dx, that must be equal to, here we consider the chain rule, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കാനായിട്ട്. അപ്പം എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയതുകൊണ്ട് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ദെൻ നമ്മൾ ഇക്വേഷൻസ് എഴുതി, ദെൻ ഇവിടുന്ന് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് divided by fy where fy not equal to 0. This is known as the implicit differentiation. അതായത് ഫംഗ്ഷനെ ഇംപ്ലിസിറ്റ് ഫോമിൽ എഴുതുന്ന കേസിൽ എങ്ങനെയാണ് ഡി വൈ ബൈ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളതൊരു ഫോർമുലയായിട്ട് പറയുകയാണ്. എ ഫോർമുല ഫോർ implicit differentiation.
a formula for implicit differentiation. Suppose that f of x y, നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ തന്നെ, f of x y ഈസ് ഡിഫറൻഷ്യബിൾ. Suppose that f of x y is differentiable and that the equation f of x y equal to 0. So then we consider the equation f of x y equal to 0 defines y as a differentiable function of x. Then at any point where fy not equal to 0, dy by dx must be equal to minus of fx by fy. അപ്പം നമുക്ക് തരുന്ന കണ്ടീഷൻ ഇതാണ്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ടാവും. ദെൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആണ്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളും ആണ്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആണ്. ദെൻ ഫ്രം ദിസ് ഇക്വേഷൻ ഇഫ് we can write y equal to h of x, some function of x, then dy by dx must be equal to minus of fx by fy. ഓക്കെ, അപ്പം നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് dy by dx. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ്റെ. ഫൈൻഡ് dy by dx if x into e raised to y plus sin xy plus y minus ln of 2 equal to 0. This is ln of 2. No, ln of z alla, ln of 2. X into e raised to y plus sin xy plus y minus ln of 2 equal to 0. Then find dy by dx. എങ്ങനെ ചെയ്യും? തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്ന് വിളിക്കാം അല്ലേ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ പ്ലസ് സൈൻ എക്സ് വൈ പ്ലസ് വൈ മൈനസ് ln ഓഫ് 2. ദെൻ നമുക്ക് ഈ ഇക്വേഷന് 0 ഡിക്റ്റേറ്റ് ചെയ്ത് വൈയുടെ ഫോമൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ അവിടേക്കൊന്നും പോകുന്നില്ല. നമ്മൾ dy by dx കാണാനായിട്ട് ഇക്വേഷൻ എഴുതണം. dy by dx ഈക്വൽ ടു വാട്ട് ഈസ് dy by dx? ബൈ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ dy by dx ഈക്വൽ ടു മൈനസ് എഫ് എക്സ് ബൈ എഫ് വൈ. ദെൻ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഫംഗ്ഷൻ്റെ എഫ് എക്സ് കാണാം അല്ലേ. ദെൻ വാട്ട് ഈസ് എഫ് എക്സ്? ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം. എന്ത് വരും? എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ടൈം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇ റേസ് ടു വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ദറ്റ് ഈസ് 1 പ്ലസ് സൈൻ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? ദറ്റ് ഈസ് കോസ് എക്സ് വൈ ഇൻറ്റു എന്തുകൂടെ വരണം? സൈൻ എക്സ് വൈ എൻ്റെ ഡെറിവേറ്റീവ് എഴുതി, ദറ്റ് ഈസ് കോസ് എക്സ് വൈ. ദെൻ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം അല്ലേ. ചെയിൻ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ എന്ന് പറയാം. അപ്പോൾ എന്ത് വരും? ഇൻറ്റു വൈ വരും അല്ലേ. പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് 0 മൈനസ് ln ഓഫ് 2ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ദറ്റ് ഈസ് ഓൾസോ 0. നൗ ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഇ റേസ് ടു വൈ പ്ലസ് വൈ ഇൻറ്റു കോസ് എക്സ് വൈ. Now we can find fy, derivative of f with respect to y. എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോൾ എക്സിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം എക്സ് ഇൻറ്റു എന്ത് വരും? ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് ഇ റേസ് ടു വൈ പ്ലസ് സൈൻ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? കോസ് എക്സ് വൈ ഇൻറ്റു എന്ത് വരണം? എക്സ് വൈയുടെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് എക്സ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? ദറ്റ് ഈസ് 1. അപ്പോൾ എന്താ വരുന്നത്? എഫ് എക്സ് ഈസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ പ്ലസ് എക്സ് ഇൻറ്റു കോസ് എക്സ് വൈ പ്ലസ് 1. Therefore നമുക്ക് ഇവിടുന്ന് എഴുതാമല്ലോ. dy by dx equal to what is dy by dx? dy by dx is actually minus fx by fy, right? That's equal to value substitute ചെയ്യാം. That is minus of e raised to y plus fx is y into cos xy divided by എന്ത് വരും? fy, that is x into e raised to y plus x into cos xy plus 1. This is the value for dy by dx. അപ്പം ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. എക്സിലും വൈയിലുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ട് dy by dx കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. തന്നിരിക്കുന്ന ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് വൈ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യും. ദെൻ dy by dx equal to minus fx divided by fy എന്ന് എഴുതാണ്. നമ്മൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ്റെ ഫോർമുല എഴുതി. ദെൻ എഫ് എക്സ് കാണുന്നു, എഫ് വൈ കാണുന്നു, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത്രേ ചെയ്യാനുള്ളൂ. ദെൻ നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. വളരെ എളുപ്പമാണ്, പക്ഷേ എക്സാമിന് ചോദിക്കുമ്പോൾ 2 ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് എ പാർട്ടും ബി പാർട്ടും ആയിട്ട് 2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. ബൈ യൂസിങ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ഫൈൻഡ് dy by dx എന്ന് പറഞ്ഞ് ചോദിക്കാം. ഫൈൻഡ് dy by dx if
y square minus x square minus sin xy equal to 0. Find dy by dx if y square minus x square minus sin xy equal to 0. ഇവിടുന്ന് നമുക്ക് ടേംസിനെയൊക്കെ അറേഞ്ച് ചെയ്ത് y ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും കേട്ടോ, അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. നമ്മളപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ dy by dxൻ്റെ ഫോർമുല എഴുതണം. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്താ? y square minus x square minus sin xy. Okay, then dy by dx equal to, what is dy by dx? Minus fx by fy. First find fx, derivative of f with respect to x. എന്ത് വരും? മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് 2x. മൈനസ് സൈൻ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ വരിക? കോസ് എക്സ് വൈ ഇൻറ്റു എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് വരും, ദറ്റ് ഈസ് വൈ വരും അല്ലേ. അപ്പം എഫ് എക്സ് ഈക്വൽ ടു മൈനസ് 2x മൈനസ് വൈ ഇൻറ്റു കോസ് എക്സ് വൈ. ദെൻ what is fy? Derivative of f with respect to y എന്ത് വരും? y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y മൈനസ് സൈൻ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? കോസ് എക്സ് വൈ ഇൻറ്റു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y വരണം. അപ്പോൾ എന്ത് വരും? എക്സ് വരും. Therefore എഫ് എക്സും എഫ് ഐയും ആയില്ലേ? dy by dx ഈക്വൽ ടു എന്താ വരുന്നത്? ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് ബൈ എഫ് വൈ. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എന്ത് വരും? മൈനസ് 2x മൈനസ് വൈ ഇൻറ്റു കോസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ വരുന്നത് 2y മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ് വൈ. This is the value for dy by dx when the given function is y square minus x square minus sin xy. അപ്പം ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് dy by dx കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.